നിസ്കാരത്തിൽ ഭക്തിയുള്ള ആളുകൾ പിന്നെ നിസ്കാരം കൈയൊഴിക്കുമോ? ഇല്ല. നിസ്കാരം നേരെ ചൊവ്വേ നിർവഹിക്കുന്നവരാണ്. നിസ്കാരത്തിൽ ഖൽബിനും ഖുശൂഅ് വേണം, അവയവങ്ങൾക്കും ഖുശൂഅ് വേണം. രണ്ട് നിലക്കുള്ള ഭക്തിയും ഉണ്ടാകണം. രണ്ട് നിലക്കുമുള്ള ഭക്തിയും അത് ഈമാനിന്റെ ഏറ്റവും പ്രകടമായ അടയാളമാണ്. നിസ്കാരമില്ലേ, അവനെ പറ്റി എന്ത് പറയാനാ? നിസ്കാരമില്ലാത്തൊരു മനുഷ്യനെ പറ്റി എന്ത് പറയാനാണ്? ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. യൗമ തബിയദ്ദു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്. നമ്മളൊക്കെ പരലോകത്ത് എത്തുമ്പോ, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവരും മഹ്ശറിലേക്ക് വരുമ്പോ ചില മുഖങ്ങളൊക്കെ കരിവാളിച്ചു പോകും, ചില മുഖങ്ങൾ വെളുത്തുകൊണ്ട് പ്രകാശിച്ചു നിൽക്കും. ആദ്യമായി മുഖം കറുക്കുന്ന വിഭാഗം ആരാണെന്നറിയുമോ? എന്റെ വക ഞാൻ പറഞ്ഞതല്ല, ആയത്ത് വിശദീകരിച്ച് ഖുർആൻ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി. അഫ്ളു മൻ യസ്വദ്ദു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദ്യം മുഖം കറുക്കുന്നവര് വുജൂഹു താരിഖിസ്സലാ. നിസ്കാരം ഒഴിവാക്കുന്നവന്റെ മുഖമാണ്, നിസ്കരിക്കാത്തവന്റെ മുഖമാണ് ആദ്യമായി കറുത്ത് കരിവാളിക്കുന്നത്. എന്റെ സ്നേഹമുള്ള മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈമാനുണ്ട് എന്നതിന് ഭാഗ്യതലത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്വഭാവം ഭക്തിപൂർവമുള്ള നിസ്കാരമാണ്. നിസ്കാരം തന്നെ ഇല്ലേ, പിന്നെന്ത് ഈമാന് പറയാനാണ്? നിസ്കാരമില്ലാത്തവനെ എങ്ങനെ ഗണിക്കാനാണ്? അവനെ ഏത് പേരിട്ട് വിളിക്കാനാണ്? ഏത് നമ്പറിട്ടാണ് സഹോദരങ്ങളെ നിസ്കാരമില്ലാത്തവനെ വിളിക്കുന്നത്? നിസ്കാരമില്ലാത്ത മനുഷ്യന് എന്തെങ്കിലും ഒരു വില ദീന് നൽകിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ മുൻഗണന നൽകിയിട്ടുണ്ടോ? പാരത്രിക ലോകത്ത് എത്തുമ്പോ മുഖം കറുക്കുന്ന ആളുകള് നിങ്ങളെ കുടുംബത്തിലുണ്ടാകരുത്, നിങ്ങളെ വീട്ടിലുണ്ടാകരുത്, നിങ്ങളെ മക്കളിലുണ്ടാകരുത്, നിങ്ങളെ പേരമക്കളിലുണ്ടാകരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? റബ്ബി ജഅൽനീ മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. എന്റെയും എന്റെ സന്താന പരമ്പരകളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലാഹ്. നിസ്കരിക്കാത്തവന് എന്ത് ബഹുമാനമാണ്, എന്ത് സ്ഥാനമാണ് അവർക്ക് ദീനിനുള്ളത്, എന്ത് സ്ഥാനമാണ് അവരെ ഈമാനിനുള്ളത്. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാത്തവർക്ക് എന്തെങ്കിലും ബഹുമാനമുണ്ടോ? ഒരു ബഹുമാനവും കണക്കാക്കാനില്ല. നിസ്കാരത്തിൽ ഭക്തി വേണം, ഭക്തിപൂർവം നിസ്കരിക്കണം. നിസ്കാരത്തിലല്ല മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. ഭക്തി എന്ന് പറയുമ്പോ മാനസികമായിട്ട് ഭക്തിയുള്ള ആള് നിസ്കാരമാണെങ്കിൽ അവന്റെ അവയവങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാകും. കൈ വെക്കേണ്ടിടത്ത് വെക്കണം, കാല് വെക്കേണ്ടിടത്ത് വെക്കണം, മുഖം വെക്കേണ്ടിടത്ത് വെക്കണം. ഓരോ അവയവങ്ങളും എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കണം. അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. നിസ്കാരത്തിൽ എത്തിയിട്ടല്ല ബാക്കി എല്ലാ സംഗതികളും ശരിയാക്കേണ്ടതിന് മുമ്പാണ്. നിസ്കാരത്തിലെത്തിയിട്ട് കൈയും കാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും മറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഭക്തിയില്ല. നിസ്കാരത്തിൽ ഒരു സ്വഹാബി ഇങ്ങനെ താടി ഇങ്ങനെ പിടിച്ചിങ്ങനെ ശരിയാക്കുന്ന കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ ഖശഅ ഖൽബു ഹാദാ ലഖശഅത് ജവാരിഹു. ഈ സ്വഹാബിയുടെ ഖൽബിൽ ഖുശൂ ഉണ്ടായിരുന്നെങ്കിൽ, മനസ്സിന് ഹൃദയത്തിന് ഭക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അവയവങ്ങൾക്കും ഭക്തി ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവയവങ്ങളുടെ ഭക്തി ഖൽബിന്റെ ഭക്തിയുടെ തെളിവാണ്. കൈ ഇങ്ങനെ കിട്ടിയാൽ ആ കെട്ടിയെടുത്ത് വെക്കണം അവിടെ കൈ. പിന്നെ അനങ്ങാൻ പാടില്ല. ചോറി വന്നാലും മുറി വന്നാലും അങ്ങോട്ട് ചെരിഞ്ഞാലും ഇങ്ങോട്ട് ചെരിഞ്ഞാലും, കുപ്പായ ശരിയാക്കാനും തുണി ശരിയാക്കാനും ജുബ്ബ ശരിയാക്കാനും തലക്കെട്ട് ശരിയാക്കാനും മൂക്ക് ശരിയാക്കാനും കാത് ശരിയാക്കാനും ഒന്നിനും കൈ അനങ്ങാൻ പാടില്ല. ഒരൊറ്റക്കെട്ടിൽ അവിടെ വെച്ചു.
എവിടെയാണോ ഓരോ അവയവങ്ങളും വെക്കേണ്ടത് അത് അവിടെ തന്നെ വെക്കണം. അവിടുന്ന് അനങ്ങാതെ വെക്കണം. അത് നിസ്കാരത്തിലുള്ള ശ്രദ്ധയുടെ തെളിവാണ്. ആ ശ്രദ്ധ അങ്ങനെ കിട്ടിയതെങ്ങനെ? ഖൽബിന്റെ ഭക്തി കൊണ്ടാണ്. നോട്ടം നോക്കേണ്ടിടത്തേക്കാണ് നോക്കേണ്ടത്. ഒരൊറ്റ പോയിന്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം മാറ്റി പോകരുത്. സുബ്ഹാനല്ലാഹ്, മേലോട്ട് നോക്കിയപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇലസ്സമാഇ ലയന്തഹുന്ന അൻ ദാലിക വലതുഖ്തഹുന്ന അബ്സാറുഹും. എന്താണ് ചില ആളുകളുടെ അവസ്ഥ? അവർ കണ്ണുകൊണ്ട് മേൽപോട്ട് നോക്കുന്നു. മേൽപോട്ട് നോക്കിയിട്ടോ സുബ്ഹാനല്ലാഹ്, നോക്കുന്നതിന് ഗൗരവത്തോടെ തങ്ങൾ പറഞ്ഞു, ഒന്നുകിലും ആ പണി അവർ നിർത്തണം, അല്ലെങ്കിൽ അവരെ കണ്ണുകൾ പിഴുതെടുക്കപ്പെടണം. അത്ര ഗൗരവത്തോളം പറഞ്ഞു. അതിന് ഈ ഹദീസും ഈ വിഷയങ്ങളും മാത്രം പറഞ്ഞാൽ പോരാ, പള്ളിയും മറ്റൊക്കെ ഉണ്ടാക്കുന്ന ആളുകളോട് കൂടി ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം. നോക്കാൻ അലങ്കാരമുള്ള ഒന്നും നോക്കേണ്ടടുത്ത് ഫിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ചില പള്ളിയിൽ കയറിയാല്, ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറയും, പരാതി പറഞ്ഞില്ല, അതുകൊണ്ട് വീണ്ടും പറയാം. ചില പള്ളികൾ കയറിയാല് പള്ളിന്റെ മുൻഭാഗത്തുള്ള അസ്മാവ് മുഴുവൻ എഴുതിയിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന ഒരു ഭാഗത്ത്, അസ്മാഉൽ ബദർ, പിന്നെ എന്താണത്, എല്ലാ ഇസ്മുകളും അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. ഒരായത്ത് പോലും എഴുതി വെക്കാൻ പാടില്ല. അതിലേക്ക് നോട്ടം അങ്ങോട്ട് ആയി പോകുന്ന രീതിയിൽ ഒന്നും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിറ്റ് ചെയ്യാൻ പാടില്ല. പള്ളിക്ക് വേണ്ട ഭംഗിക്ക് വേണ്ടി മാത്രം ഉള്ളത് അവിടെ ഫിറ്റ് ചെയ്യാം. ഇപ്പൊ ഇംഗ്ലീഷിലും അറബിയിലും അല്ലാത്തൊരു എഴുത്ത് എഴുതിയിരിക്കണം. പിന്നെ ഈ ആള് നിസ്കാരം കഴിഞ്ഞവരെ അത് വായിച്ചു തീർന്നിട്ടില്ല. അത്തഹിയാത്ത് ശരിയായിട്ടില്ല, ഫാത്തിഹയും ശരിയായിട്ടില്ല. കാരണം അത് വായിച്ചു തീരണ്ടേ. അറബിയാണോ എന്ന് വെച്ചാൽ അറബിയല്ല, ഇംഗ്ലീഷാണോ വെച്ചാൽ ഇംഗ്ലീഷും അല്ല, മംഗ്ലീഷാണോ വെച്ചാൽ മംഗ്ലീഷും അല്ല. പിന്നെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അത്തഹിയാത്ത് കഴിഞ്ഞ് എല്ലാവരും സലാം കിട്ടിയപ്പോ ഇയാളും സലാം കിട്ടി. ഇയാൾ ആദ്യം ചോദിക്കുന്നത് എന്താണ് എഴുതിച്ച്? വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത്രയും നേരം വായിക്കുന്നു. ഓതിയതൊന്നല്ല, ഫാത്തിഹ ഓതിയിട്ടില്ല, അത്തഹിയാത്ത് ഓതിയിട്ടില്ല, ഒരു ദിക്ർ ചൊല്ലിയിട്ടില്ല. മൂപ്പറത് വായിക്കുന്നത് എന്താണ് പഠിച്ചോന്ന് എഴുതിയത്? ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷിൽ ABCD ഇങ്ങനല്ലല്ലോ. അറബി അല്ല, നമ്മളൊക്കെ പഠിച്ചിരുന്നത് അറബി. ആ അറബിയിൽ ഇങ്ങനല്ല. എന്താ ഇത്? എഴുത്തല്ലേ അതിന് കാരണം. അതിന് ചില ആൾക്കാരൊക്കെ പറയണം, അതെ അപ്പൊ കാബന്റെ കില്ലന്റെ മേലെ എഴുത്തുണ്ട്, ഖുർആനെഴുത്ത്. കാബന്റെ കില്ലന്റെ മേലെ ഖുർആനെഴുത്തുണ്ടെങ്കിൽ പള്ളിയിൽ അങ്ങനെ എഴുതണമെന്നാരും നിയമം പറഞ്ഞിട്ടുണ്ടോ? പള്ളിയിൽ എഴുതണ്ടേ എന്നുള്ളത് ഇസ്ലാമിന്റെ ഉലമാ, ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ വേറെ പറയും. പറഞ്ഞതനുസരിച്ച് കേൾക്കണ്ടേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അപ്പുറത്തും ഇപ്പുറത്തും എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചതിന് മഹാന്മാര് മസല പറഞ്ഞു. ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു പോകുമെങ്കിൽ അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. ഭംഗിന്ന് വിചാരിച്ച് എല്ലാം കൂടി ഇങ്ങനെ എഴുതാൻ പറ്റും. ലൈറ്റ് തന്നെ നോക്ക് നിങ്ങൾ, ആളുകളെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാകാൻ പാടില്ല. ഇതിപ്പോ ഉറൂസിന്റെ ലൈറ്റാണ്. ഉറൂസിന്റെ പരിപാടി കഴിഞ്ഞാൽ അതൊക്കെ ഒക്കെ അയച്ചു പോകും. ഈ ലൈറ്റ് അങ്ങനെ കൊണ്ടുപോയി പള്ളിയുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്താൽ ആരെ ഫാത്തിഹ തീരുക? ആർക്കാ ഉല്ലല്ലാഹ് ഓതാൻ കഴിയുക? ആർക്കെങ്കിലും വജ്ജത്ത് അത്തഹിയാത്ത് ഓതാൻ കഴിയുമോ? കാരണം ലൈറ്റ് ആ ലൈറ്റ് ഇങ്ങനെ മിന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അവിടെ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ കൂടി വായിച്ച് തീരുവത്തിൽ കഴിയില്ലേ? അത് പാടില്ല. നിസ്കാരത്തിൽ നല്ല ഭക്തിയാണ് വേണ്ടത്. ഭക്തിക്ക് പ്രേരകമാകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അതിന് ആവശ്യമാകുന്ന രീതിയിലുള്ള മുസല്ലകൾ വിരിക്കണം. കഴിവിന്റെ പരമാവധി എഴുത്തും വരയും കുറിയും ഇല്ലാത്ത മുസല്ലകളാണ് ഉത്തമം. ഹജ്ജിനും ഉംറക്കൊക്കെ പോയി വരുന്ന ആളുകള് ചിത്രങ്ങളില്ലാത്ത നല്ല മുസല്ല വാങ്ങിക്കോളൂ, അതാണ് നല്ലത്. ചിത്രങ്ങൾ ഉള്ള മുസല്ലയല്ല നല്ലത്, ചിത്രങ്ങളില്ലാത്തതാണ്. നിസ്കരിക്കുമ്പോഴെങ്കിലും നല്ല വൃത്തിയുള്ള നല്ല കളറുകളും മറ്റും ഒന്നുമില്ലാത്ത രീതിയിൽ നല്ല വസ്ത്രം ധരിച്ച് ശ്രദ്ധ പോകാത്ത രീതിയിലാണ് നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിലാണ് ഏറ്റവും നല്ല ഭക്തി കാണിക്കേണ്ടത്. മഹാന്മാരുടെയൊക്കെ ഭക്തി എത്രത്തോളമാണ് നിസ്കാരത്തിൽ? ഏറ്റവും അധികം നിസ്കാരത്തിൽ ഭക്തി കാണിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താ സഹോദരങ്ങളെ അവിടുത്തെ നിസ്കാരത്തിന്റെ മഹത്വം സ്വഹാബത്ത് പറഞ്ഞില്ലേ? നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകെട്ടിയാല് തങ്ങൾ ഫാത്തിഹ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോ അതേ ഞങ്ങൾ കേട്ടിട്ടുണ്ട്
അസീസൻ കഅസീസിൽ മിർജലി, അവിടുത്തെ ഖൽബിന്റെ ഭാഗത്ത് നിന്ന് ഉൾഭാഗത്ത് നിന്ന് ഒരു ചട്ടി പതക്കും പോലത്തെ ശബ്ദം, ചട്ടിയിൽ എണ്ണ തിളക്കുന്ന ശബ്ദം കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു ശബ്ദം അവിടുത്തെ ഉൾഭാഗത്ത് നിന്ന് പുറത്തേക്ക് കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഭക്തിയാണ്. നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദ മാറുന്ന സ്വഭാവമില്ല. നിസ്കാരത്തിലല്ലേ സ്വഹാബത്തിന്റെ ഖുശൂ പോലും തങ്ങൾ നിയന്ത്രിച്ച് പറയുന്നത്. നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ നിസ്കരിക്കുമ്പോ നോട്ടം കൃത്യമാക്കണം, റുക്കൂഉം സുജൂദും ശരിയാക്കണം. നിങ്ങളെ ഭക്തി പോലും നിസ്കാരത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഭക്തിപൂർവമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം? ഏറ്റവും നല്ല ഭക്തിയല്ലേ എവിടുന്ന് പഠിപ്പിച്ചു തന്നത്? അതേ സ്വഹാബിമാര് നല്ല ഭക്തിപൂർവമല്ലേ നിസ്കരിച്ചത്? ആ ഭക്തിയുടെ ഊക്ക് കണ്ടില്ലേ? ശരീരത്തിന് എന്തെങ്കിലും പരിക്കേൽക്കുന്ന സംഗതി വന്നാലോ അവരാ വിഷയത്തിന് മാറ്റമില്ല, നിസ്കാരത്തിൽ കയ്യഴിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരു യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും വരുമ്പോ വടിവക്കില് ഒരു സ്ഥലത്ത് അവര് തമ്പടിച്ചു. ഒരു മലഞ്ചെരുവ് കിട്ടിയപ്പോ അവിടെ തമ്പടിച്ചു. ഇന്നിവിടെ കിടന്നിട്ട് നാളെ മദീനത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. തങ്ങൾ ചോദിച്ചു, ആരാണ് കാവൽ നിൽക്കുക? രണ്ട് സഹാബിമാര് കാവലിനായി മുന്നോട്ട് വന്നു. സുബിഹിയാകുമ്പോ ഞങ്ങൾ വിളിക്കാം, സഹോദരങ്ങളെ വിളിക്കാമെന്ന് ഏറ്റിട്ടവര് മുന്നോട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം എല്ലാവരും വിശ്രമിക്കുകയാണ്, ഉറങ്ങുകയാണ്. ഈ രണ്ട് സ്വഹാബിമാര് സുബഹിന്റെ നേരമാകുമ്പോ വിളിക്കാൻ വേണ്ടി അവരെ നിർത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഉറക്കൊഴിച്ച് നിൽക്കേണ്ടതില്ലല്ലോ, ഞാൻ കുറച്ച് ഉറങ്ങിയിട്ട് പിന്നെ നിങ്ങളെ വിളിക്കാം. മറ്റേ സഹാബി പറഞ്ഞു, അതെ ശരി, നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാൻ നിസ്കരിക്കാൻ പോകാണ്. നിസ്കാരം ഒന്ന് തുടങ്ങി. ചെറിയ ഒരു വെളിച്ചമല്ലേ ഉള്ളത്, ആ വെളിച്ചം കത്തിച്ചു വെച്ച് ഈ സ്വഹാബി കാവൽ നിൽക്കുന്നു. സ്വഹാബി നിസ്കരിക്കുന്നു. പരിസരത്തുകൂടെ പോകുന്ന ഒരു ശത്രു നിസ്കരിക്കുന്ന ഒരു സ്വഹാബിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നിൽക്കുന്ന രൂപത്തിലേക്ക് അമ്പെയ്ത്ത് നടത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കുന്ന സ്വഹാബി കയ്യയിച്ചില്ല. രക്തം തുരുതുരാ ഉറ്റി വീണ് താഴെ കിടക്കുന്ന ഒരു സ്വഹാബിയുടെ കാതിലേക്ക് വന്ന് എന്തോ ഒരു വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്ന് തിരികെ കയറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ആ സ്വഹാബി ഉണർന്നു പോയി. തൊട്ടു നോക്കുന്ന നേരത്ത് രക്തമാണ്. എവിടുന്നാ പടച്ചോനെ രക്തം വരുന്നത്? ആ രക്തം ഇങ്ങനെ ഒലിച്ചു വരുന്ന ഭാഗം പോയി നോക്കുമ്പോ ആ സ്വഹാബി സൂറത്തോതി നിസ്കാരത്തിലാണ്. അതേ, അമ്പെയ്തിട്ട് അമ്പ് തറച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു പോകാതെ തറച്ചു നീക്കുന്ന അമ്പിലൂടെ രക്തം ഇങ്ങനെ ഉറ്റി വീഴുന്നു. ആ സ്വഹാബിയെ പിടിച്ച് മാറ്റിയപ്പോൾ എന്തേ ഇങ്ങനെ അമ്പെയ്ത്ത് വന്ന സമയത്ത് ഒന്ന് വിളിച്ചൂടായിരുന്നില്ലേ? അപ്പൊ നിൽക്കുന്ന സ്വഹാബി പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ഓതുന്ന സൂറത്ത് മുറിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ സൂറത്തിന്റെ ആനന്ദത്തിൽ അങ്ങ് മുന്നോട്ട് നീങ്ങിയതാ. സഹോദരങ്ങളെ, ഉറുമ്പ് കടിച്ചാൽ തിരിഞ്ഞു നോക്കുന്ന നോട്ടമല്ല, ഈച്ച വാറിയാൽ ഈച്ചയെ ശ്രദ്ധിക്കുന്ന നോട്ടമല്ല, കൊതുക് വാറിയാൽ കൊതുകിനെ തെരയുന്ന നോട്ടമല്ല. ഒരമ്പ് വന്ന് തറച്ചിട്ട് ഇത്രയും അസഖ്യമായ വേദന പോലും അല്ലാഹുവിനോടുള്ള മുനാജാത്തിന് മറന്നുപോയി. എന്തൊരു ഭക്തിയാണ് അവരുടെ നിസ്കാരത്തിന്! മഹാന്മാരുടെ നിസ്കാരങ്ങളൊക്കെ അങ്ങനെയല്ലേ? ആ നിസ്കാരം ഭക്തിപൂർവമുള്ള നിസ്കാരം, അത് മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ സ്വഭാവം, ആ ശൈലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തേണ്ടതാണ്. അത്തരം നല്ല ഭക്തിപൂർവമുള്ള നിസ്കാരമുണ്ടോ? ആ നിസ്കാരം കൊണ്ട് എന്തും നേടിയെടുക്കാൻ കഴിയും. ദുനിയാവിലുള്ള ഖൈറും ആഖിറത്തിലുള്ള ഖൈറും എന്തും നേടിയെടുക്കാൻ കഴിയും. ഭക്തിപൂർവമുള്ള നിസ്കാരമാണോ? ഒന്നും പേടിക്കേണ്ടതില്ല. അതുകൊണ്ടല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷാമിലേക്ക് നീങ്ങുമ്പോ തന്റെ കൂടെ
കൂടെ സാറ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. സാറ ബീവി കാണാൻ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. സാറ ബീവി റളിയല്ലാഹു അൻഹയും ഇബ്രാഹിം നബിയും ഒരുമിച്ചാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. ഒരു സ്ഥലത്തെത്തിയപ്പോ അവരെ വാഹനം തടഞ്ഞു നിർത്തി. തടഞ്ഞു നിർത്തിയതാരാണ്? ആ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ പാറാവുകാരനാണ്. എന്തിനാ തടഞ്ഞു നിർത്തിയത്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു എന്നുള്ള വിവരം രാജാവിന് കിട്ടിയിട്ടുണ്ട്. അതെ, നിങ്ങളെ ഭാര്യയല്ലേ കൂടെയുള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെന്റെ സഹോദരിയാണ്. സഹോദരിയാണ് എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഹോദരിയാണെന്ന് പറഞ്ഞിട്ടും ഒഴിവാക്കിയില്ല. സഹോദരിയാണ് എന്ന് പറഞ്ഞാൽ സാധാരണ രാജാവ് വിട്ടേക്കാറുണ്ട്. ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ രാജാവ് വിടൂല. രാജാവ് അവിടെ പിടിച്ചു വെച്ച് രാജാവിന്റെ വൃത്തികേടുകൾ മുഴുവനും ആ പെണ്ണിൽ രാജാവ് ഒന്ന് രുചിച്ചു നോക്കും. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള സുന്ദരിമാരായ സഹോദരിമാരെ പിടിച്ചു കൊണ്ടുപോകുന്ന ദുർവൃത്തിയുള്ള പതിവുള്ള രാജാവാണ്. ആ രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളത് സഹോദരിയാണെന്ന് പറഞ്ഞിട്ടും വിട്ടുകൊടുത്തില്ല. കാരണം ബഹുമാനപ്പെട്ട സാറ ബീവി റളിയല്ലാഹു അൻഹാ അതീവ സൗന്ദര്യമുള്ള മഹദിയാണ്. സാറ ബീവിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ലൈസ അലാ വജ്ഹിൽ അർളി മുഅ്മിനുൻ വ മുഅ്മിനത്തുൻ ഗൈരി വ ഗൈറുകി. അല്ല സാറ, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ ഭൂമുഖത്ത് ഞാനും നീയുമല്ലാതെ ഒരു മുഅ്മിൻ വേറെ ഇല്ലല്ലോ. ഈമാനികമായിട്ട് നീ എന്റെ സഹോദരി തന്നെയല്ലേ. അതുകൊണ്ട് ഫലാ തുകദ്ദിബീനി, നീ എന്നെ കളവാക്കിയേക്കല്ലേ. രാജാവിന്റെ ഭൃത്യൻ വന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോ സാറ ബീവി റളിയല്ലാഹു അൻഹയോട് പോകാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർദ്ദേശിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറ ബീവി അങ്ങ് പോയപ്പോ നേരെ നിസ്കാരത്തിലങ്ങ് നിന്നു. നിസ്കാരത്തിലേക്ക് നിന്നിട്ട് സുജൂദിൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഇന്നി അബ്ദുക വ റസൂലുക, ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ റസൂലാണ്. അല്ലാഹുവേ, ഞാൻ എന്റെ ഭാര്യയുമായിട്ടുള്ള യാത്രയിലാണ്. ഞാൻ അബദ്ധവും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അക്രമിയായ രാജാവിന് എന്റെ ഭാര്യയുടെ ശരീരം തൊടാൻ അനുവാദം കൊടുക്കല്ലേ അല്ലാഹ്. നിസ്കാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു പോയി. സാറ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുപോയി രാജാവിന്റെ പ്രൈവറ്റ് റൂമിലങ്ങ് അടച്ചു. നല്ല സൗന്ദര്യമുണ്ടെന്ന് ഭൃത്യന്മാര് വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, എന്തൊരു സൗന്ദര്യമാണ് സാറ ബീവിക്ക്. ആ സാറ ബീവി റളിയല്ലാഹു അൻഹ താമസിക്കുന്ന നിൽക്കുന്ന റൂമിലേക്ക് രാജാവ് അങ്ങ് കടന്നപ്പോ രാജാവ് കാണുന്നത് സാറ ബീവി റളിയല്ലാഹു അൻഹയും നിസ്കാരത്തിലാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് സാറ ബീവി റളിയല്ലാഹു അൻഹ നേരെ ചൊവ്വയിരുന്നു. നല്ല അറ്റൻഷനോടെ, നല്ല ഉന്മേഷത്തോടെ ഇരുന്നു. രാജാവ് സാറാ ബീവിയെ ഒന്ന് സ്പർശിക്കാൻ കൈപൊക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, കൈ തളർന്നുപോയി. പൊങ്ങിയ കയ്യിലതാ ആരോഗ്യം നഷ്ടപ്പെട്ടുപോയി. ഇടത്തെ കൈ ഉയർത്തിയപ്പോ ഇടത്തെ കൈയും തളർന്നുപോയി. ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് മുഴുവനും വേദന അനുഭവപ്പെട്ടു പോയി. സാറ ബീവിയോട് പറഞ്ഞു, നിന്നെ ഞാനൊന്നും ചെയ്യില്ല, എന്നെ ശിക്ഷിക്കാൻ നീ പ്രാർത്ഥിക്കരുത്, എന്നെ രക്ഷപ്പെടുത്തി തരണം. സാറ ബീവി റളിയല്ലാഹു അൻഹ, സാരമില്ല, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആശ്വാസം കിട്ടിയ രാജാവ് പോകുന്നതിന് പകരം രണ്ടാമതും പുറത്തുപോയി നല്ല വസ്ത്രം ധരിച്ച് ഉന്മേഷവാനായി വന്ന് സാറ ബീവിയുടെ ശരീരം തൊടാൻ നോക്കിയപ്പോ നേരത്തെ ഉണ്ടായതിനേക്കാളും മാരകമായ രീതിയിൽ ഭ്രാന്താകുന്ന അവസ്ഥ വന്നു. ചിത്തഭ്രമം സംഭവിക്കുന്ന രൂപത്തില് ഭ്രാന്തിന്റെ പല മോഡലും രാജാവിന് പിടികൂടിപ്പോയി. രാജാവ് ഞാൻ മരിക്കുകയാണോ എന്ന് വരെ ചിന്തിച്ചുപോയി. പറഞ്ഞു, സാറാ, എന്നെ രക്ഷപ്പെടുത്തണം, നിന്നെ ഞാനൊന്നും ചെയ്യില്ല. മൂന്നാമതും അങ്ങനെ ഒരു പരീക്ഷണം രാജാവ് നോക്കി. 3 സമയത്തും ശരീരം തൊടാൻ പറ്റാതെ പരാജിതനായി രാജാവ് പുറത്തു വന്നു. വന്നിട്ട് ഭൃത്യന്മാരോട് പറഞ്ഞു,
നിങ്ങൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് അതൊരു മനുഷ്യനെ അല്ല, അതൊരു ജിന്നാണെന്ന് തോന്നുന്നു. തൊടാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞേക്കണം, നമ്മുടെ അടിമയായ ഹാജർ ബീവി ഉണ്ടല്ലോ, അവരെ സമ്മാനമായി കൊടുത്തേക്കൂ. ഞാനാണ് പരാജയപ്പെട്ടത്, ആ പെണ്ണ് വിജയിച്ചിരിക്കുകയാണ്. സാറ ബീവി റളിയല്ലാഹു അൻഹാ കിട്ടിയ സമ്മാനമായ ഹാജർ ബീവിയെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്തെത്തുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുജൂദിലാണ്. സുജൂദിൽ നിന്ന് തലപൊക്കിയിട്ട് സലാം വീട്ടിയിട്ട് ചോദിച്ചു, സാറാ, നിന്റെ ശരീരം തൊടാൻ അവന് കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ലേ, ഇല്ല. ഭക്തിപൂർവ നിസ്കാരമുണ്ടോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭക്തിപൂർവമുള്ള നിസ്കാരമുണ്ടോ? ഒരക്രമിയും തൊടൂല, ഒരു നഷ്ടവും സംഭവിക്കൂല, എല്ലാ രംഗങ്ങളിലും വിജയം തന്നെ. ബദറിലും വിജയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിലെ പ്രാർത്ഥനയല്ലേ, സുജൂദിലല്ലേ മുത്തുനബി തങ്ങൾ ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഇൻ തുഗ്രിക ഹാദിഹിൽ ഇസാബത ഫലാ തുഅബദു അബദാ. ഈ ന്യൂനപക്ഷത്തെ നീ തകർക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്റെ ഇബാദത്ത് എടുക്കാൻ ആളുണ്ടാകൂല. അല്ലാഹു ആ ദുആഇന് ഉത്തരം നൽകിയില്ലേ? ചരിത്രത്തിൽ ഒരു നബിക്കും കൊടുക്കാത്ത സഹായം മലക്കുകളെ ഇറക്കിക്കൊടുത്ത അല്ലാഹു സഹായിച്ചില്ലേ? എത്ര നബിമാര് ലോകത്ത് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ആളുകൾക്ക് ഇങ്ങനെ മലക്കുകളെ ഇറക്കിക്കൊടുത്തൊരു സഹായം അല്ലാഹു ചെയ്തിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. അത്രയും വലിയ ഒരു സഹായം നൽകാൻ നിമിത്തമായത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിലെ ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനയാണ്. ഭക്തിപൂർവമുള്ള നിസ്കാരം വേണം, അതെല്ലാവരും നിലനിർത്തണം. അത് വിജയത്തിന്റെ വലിയൊരു ലക്ഷണമാണ്, അടയാളമാണ്. നിസ്കരിച്ചാൽ മാത്രം മതിയോ? പോരാ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങളിൽ നിന്ന് മാറിക്കളയണം. ഒരൊറ്റ അനാവശ്യത്തിലേക്കും സമയം ചെലവഴിക്കരുത്, സമ്പത്ത് ചെലവഴിക്കരുത്, ശരീരം ചെലവഴിക്കരുത്, വിചാരങ്ങൾ ചെലവഴിച്ചേക്കരുത്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഒരനാവശ്യമായ ശബ്ദം പോലും കേൾക്കാതെ മാറി നിന്ന നേതാവാണ് സയ്യിദുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി